അൽഹംദുലില്ലാഹ് ഖൈർ. കാരണം പണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ലെ കക്ഷികളും ഒന്നിച്ചൊന്നിരുന്നാൽ, ഞങ്ങൾ ഒന്ന് നിവർന്നാൽ നിങ്ങളുടെ അഡ്രസ് ഇവിടെയില്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. ബഹുമാനായ ആര്യാടൻ മുഹമ്മദ് സാഹിബ് ക്ഷമിക്കണം, ഞങ്ങൾ ലീഗുകാർക്ക് 2 വർത്താനം പറയാനുണ്ട്, അത് പറയാതിരിക്കാൻ. കാരണം പച്ചക്കൊടി കാണണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോണ്ടി വരും ഒരാൾ ഇവിടെ പ്രസംഗിച്ചു. ആരാന്ന് നിങ്ങൾക്കറിയാലോ? അയാളെന്നെ മദനി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റപ്പോഴാണ് അങ്ങനെ പ്രസംഗിച്ചത്. ഈ പച്ചക്കൊടി കാണണമെങ്കിൽ ഇനി റെയിൽവേ സ്റ്റേഷനിൽ പോണമെന്ന്. ഇതിനേക്കാൾ ഞാൻ പറയട്ടെ, ഇതിനേക്കാൾ അറം പറ്റിയ ഒരു വാക്ക് വേറെയുണ്ടോ? അഹമ്മദ് സാഹിബ് റെയിൽവേ മന്ത്രിയായിരിക്കുന്നു. പച്ചക്കൊടി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് പറഞ്ഞു കിട്ടിയാൽ ഞങ്ങൾ കഴിച്ചരായില്ല. കാരണം എന്താ? ബഹുമാന്യരായ പാണക്കാട് ശിഹാബ് തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങൾ അങ്ങനെയുള്ള മിതഭാഷികളായ വലിയ ജാടയൊന്നുമില്ലാത്ത തീ തുപ്പാത്ത നേതാക്കന്മാരാണ് ഞങ്ങളെ നയിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് അല്പം ഗുരുത്വമുണ്ട്, അല്പമൊക്കെ ഇത്തരം വാക്കുകൾ അറം പറ്റുന്നുണ്ട്. ഇനി അറം പറ്റിയ വേറൊരു വാക്ക് ഞാൻ കാണിച്ചു തരാം. അതായത് പൊന്നാനിയില് ഈ പ്രാവശ്യം പുതിയ പരീക്ഷണം കൊണ്ടുവന്നപ്പോ ചില മാർക്സിസ്റ്റ് നേതാക്കന്മാര് പ്രസംഗിച്ചു. എന്താണെന്നറിയോ? ഇത്തവണ പൊന്നാനിയിൽ നിങ്ങളെ ഞങ്ങൾ കുഴിച്ചു മൂടും എന്നുള്ളത്. ബഹുമാനായ ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഞങ്ങളത് ഏറ്റു പറഞ്ഞു, ഞങ്ങളൊക്കെ പറഞ്ഞു, കാണിച്ചു തരാം നിങ്ങളെ കണ്ണൂരിലും വടകരയിലും ഈ തവണ ഞങ്ങളെ കുഴിച്ചുമൂടാൻ വന്നവരെ ഞങ്ങൾ കുഴിച്ചുമൂടി. അതുകൊണ്ട് ഈ ചെറുപ്പക്കാർ അല്പം ആഹ്ലാദിക്കും. ഇന്ന് അഹമ്മദ് സാഹിബ് കൊണ്ടോട്ടിയിൽ നിന്നിറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ഇവിടം വരെ കണ്ട ആ ആഹ്ലാദം, അത് ഈ വക കാര്യങ്ങൾക്കൊക്കെയുള്ള തിരിച്ചടിയാണ്. കാരണം ഇവിടെ വന്ന് തീവ്രവാദം പരത്താം. മലപ്പുറത്തുകാരെ സംബന്ധിച്ച് ചിലർക്കൊരു ധാരണയുണ്ട്. കൊല്ലത്തുനിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും വന്നവർക്ക് ഒരു ധാരണയുണ്ട്. എന്താണെന്നറിയോ? ഇറ്റങ്ങള് പൊട്ടന്മാരാണ്, ഇറ്റങ്ങളെ വർഗീയതയൊക്കെ കാണിച്ച് അങ്ങോട്ട് മൂച്ചിമക്കേറ്റി വിടാമെന്ന് ഇപ്പം മനസ്സിലായില്ലേ ഞങ്ങളുടെ യുവാക്കളുടെ കരത്തിൽ? ഞങ്ങളങ്ങനെ വർഗീയതയൊന്നും കാണിച്ച് കയറ്റി വിടാൻ പറ്റൂല. ഇന്ത്യൻ പൊളിറ്റിക്സ് ഞങ്ങൾക്ക് നന്നായി അറിയാം. ഞങ്ങൾ പറഞ്ഞില്ലേ, ഈ LDF-ന്റെ കൂടെയുള്ള ഒറ്റ കക്ഷിനെ വിശ്വസിക്കാൻ പറ്റൂല. UPA ജയിച്ചിട്ടില്ലെങ്കിൽ അവർ ഈ രാജ്യത്ത് BJP ഭരണം ഉണ്ടാക്കും എന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ? ശരിയല്ലേ? ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ ഇന്ത്യയിലെ ന്യൂനപക്ഷം ആ സ്ലോഗൻ, ആ മെസ്സേജ് അവിടെ ശിരസ വഹിച്ചു. കാരണം എന്താ? UP-യിൽ 22 സീറ്റാ കോൺഗ്രസ് നേടിയത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടിയത്. എല്ലാ സ്ഥലത്തും ജനങ്ങൾ ബുദ്ധിപൂർവ്വം വോട്ട് ചെയ്തു. ഇതായിരിക്കുന്നു അഹമ്മദ് സാഹിബ്. ഞാൻ പറയട്ടെ, ബഹുമാനായ ശ്രീ ആര്യാടൻ മുഹമ്മദ് സാഹിബ് ഞങ്ങളെല്ലാം കൂടി ഇന്നലെ തിരുവനന്തപുരത്താ പോകുന്നത്. ഇന്നലെ UDF-ന്റെ യോഗം ഉണ്ടായിരുന്നു. അവിടെ UDF-ന്റെ യോഗം കൂടുമ്പോ എല്ലാരും പറഞ്ഞു, കേരളത്തിലെ മന്ത്രിസഭയിൽ 20 ആളുണ്ടെങ്കിൽ ഇപ്പൊ UDF-നും വേണമെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു മന്ത്രിസഭാ യോഗം കൂടാം. 6 മന്ത്രിമാർ ഞങ്ങൾക്ക് ഒരു മിനി ക്യാബിനറ്റ്, കേന്ദ്ര ക്യാബിനറ്റ് നമ്മളെ കയ്യിലുണ്ട്. ഇപ്പോ 6 മന്ത്രിമാർ സ്വപ്നം കാണാൻ അവർക്ക് പറ്റുമോ? അതുകൊണ്ട് ചില മാറ്റങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് നന്നാവും, ഓവർബ്രിഡ്ജൊക്കെ ഒന്ന് വരും, അതൊക്കെ ചെയ്യും. ഈ അഹമ്മദ് പണ്ട് ചെയ്ത് കാണിച്ചിട്ടുള്ള മന്ത്രിയാണ്. പണ്ട് വ്യവസായ മന്ത്രി, അതുപോലെയുള്ള നിയമസഭാ സാമാജികൻ എന്ന നിലയിലൊക്കെ ശോഭിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ഉറപ്പിച്ചു പറയാം, കയ്യിൽ കിട്ടിയ ഈ ജനപ്രിയ വകുപ്പ്, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന വകുപ്പ് ഉപയോഗിച്ച്